തുറന്ന സമയം ഗായ്സ് പത്തിരി പുതിയതാണോ? പരത്തിയിട്ട് വരുന്നതാണെങ്കിൽ ഇങ്ങനെ. ഗായ്സ് ഞാൻ രാവിലെ എണീറ്റപ്പം കാണുന്നതാണ് പത്തിരി ഉണ്ടാക്കി വെച്ചത്. പത്തിരി ഇതാണ് സംഭവം. ഇത് പൊന്തിക്കാൻ തന്നെ പറ്റുന്നില്ല സംഭവം. പത്തിരി ആണോ പരത്തി വെച്ചതാണിത്. എവിടെ ഓർക്കെന്നെ എടുക്കാൻ പറ്റില്ല, എനിക്കെന്നെ കാണിച്ചു തരാൻ പറ്റുന്നില്ല. പത്തിരി ഇത് ഉണ്ടാക്കിയ ഒരു സ്പോട്ടാണ്. ഈ ഒരു സാധനം കൊണ്ടാണ് പരത്തിയത്. ആ സാധനത്തിന് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ചുട്ടിട്ടുള്ള ഒരു ഇത് കാണിച്ചു തരാം. ബീഫൊക്കെ ഉണ്ടാക്കിയാണ് കേട്ടോ, പത്തിരി ഉണ്ടാക്കിയതാണ് കേട്ടോ. കേരളത്തിൻ്റെ മാപ്പാണോ ശ്രീലങ്ക ആണോ ഇനി പുതിയത് ഏതെങ്കിലും കണ്ടുപിടിക്കാനുള്ളതാണോ എന്നറിയില്ല. പക്ഷെ അത് നോക്കിയാൽ ഒരു അപ്പൂപ്പൻ കരയുന്ന പോലെ ഉണ്ട്. ലാസ്റ്റ് അത് ഇവിടെ എത്തിയപ്പോൾ അവിടുന്ന് എടുത്തോടുന്ന് ഇവിടെ എത്തുമ്പോൾ അത് ഇങ്ങനെ ആവും. ഓക്കെ, അത് ചട്ടിയിലെത്തുമ്പോൾ പത്തിരി അല്ല കട്ടിപ്പത്തിരി ആവും. ശ്യാം അതെങ്ങനെ ഇതിങ്ങനെ ആക്കിയെന്ന് പറഞ്ഞു അറിയണ്ടേ ആൾക്കാർക്ക്? അറിയണ്ട. ആ പൊടി എല്ലാം കൂടെ മിക്സിയിലിട്ട് അരച്ചു, അതിലേക്ക് കുറച്ച് ചോറും ഇട്ടു, അരച്ചിട്ട് ഇങ്ങനെ ആവും. എന്നിട്ട് പിന്നെ ഒരു ഉള്ളി കുത്തിയിട്ട് ചട്ടിയിൽ ഇങ്ങനെ ആക്കും, ഒഴിക്കും. ഇനി അത് വന്നിട്ട് കാണാം. അപ്പുറത്തെ ചട്ടിയിൽ ഉണ്ടാക്കിയത് ഗായ്സ് പത്തിരിയിൽ നിന്ന് ദോശയിൽ എത്തി നിൽക്കുന്ന കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷെഫ് മിസ്റ്റർ ശ്യാം കുമാർ, അസിസ്റ്റന്റ് ഷെഫ് മിസ്റ്റർ ശരത്, മിസ്സിസ് മോണി. ഹലോ. ഈ ക്രെഡിറ്റ് വേണ്ട. കഴിച്ചിട്ട് റിവ്യൂ പറ. ഇല്ല, അവൻ പറഞ്ഞു അവനക്ക് പനിയാണൊന്നും പറ്റുന്നില്ല. മീൻകറി ദോശ. എന്റെ മീൻകറി കൊള്ളാം.